ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് കൂർമ്മമുദ്ര, അതിനെക്കുറിച്ച് അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഒക്കെയാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കൂർമ്മമുദ്ര എന്ന് പറഞ്ഞത്, കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമ അല്ലെങ്കിൽ ടോർട്ടോയിസ് എന്നൊക്കെ പറയും. അപ്പോൾ ആമ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ജീവി അതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം വളരെ സ്ലോ ആണ്. അതുപോലെ അത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഇൻഹേൽ എക്സലേഷൻ ആ ഒരു രീതിയും വളരെ സ്ലോ ആണ്. അപ്പോൾ ഈ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുന്നതും അതിൻ്റെ ആ ഒരു ക്രമീകരണം എത്ര പതുക്കെ ചെയ്യുന്ന ഏതൊരു ജീവിക്കും അതിൻ്റെ ആയുർദൈർഘ്യം അല്ലെങ്കിൽ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കും നമ്മളുടെ ആ ഒരു ജീവിച്ചിരിക്കുന്ന കാലം അത്രയും വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിനെയും നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക, അതിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക. എങ്ങനെയാണ് ഉള്ളിലേക്ക് ആ ശ്വാസം എടുക്കുന്നതെന്നും അത് നമ്മളുടെ ശരീരത്തിലൂടെ ഒഴുകി അത് പിന്നെ എക്സൈൽ ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോകുന്നതിനെ നമ്മളൊന്ന് സമയമെടുത്ത് നമ്മൾ അതിനെ ഒന്ന് അനുഭവിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുദ്രയാണ് കൂർമ്മമുദ്ര. കൂർമ്മമുദ്ര പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് രാവിലെയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക. രാത്രി നിർബന്ധമായും ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്യണം. കാരണം കൂർമ്മമുദ്ര 1 മാസം മുടങ്ങാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലത്തെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് പതുക്കെ നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഹൈ BP ഒക്കെ ഉള്ളവർക്ക് അതും വളരെ ബാലൻസ്ഡ് ആയിട്ട് വളരെ കൺട്രോൾഡ് ആയിട്ട് നമ്മളുടെ ശരീരത്തിന് വളരെ ഗുണകരമാവുന്ന രീതിയിൽ നമ്മളുടെ രക്തത്തിൻ്റെ ആ ഒരു സർക്കുലേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഉറക്കം എന്ന് പറയുന്നത് ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക്, ഒരു ഡെൽറ്റ സ്റ്റേറ്റിലേക്കൊക്കെ ചെന്നുകൊണ്ട് നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുക. രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ എന്തെല്ലാം ജോലികൾ, എന്തെല്ലാം കർമ്മമേഖലകളിൽ ഏർപ്പെട്ടാലും രാത്രി നമുക്ക് വളരെ കാമായിട്ട് നമുക്ക് ഉറങ്ങണമെങ്കിൽ, അങ്ങനെ ഉറങ്ങിയാൽ മാത്രമേ അടുത്ത ദിവസവും നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമുക്ക് കൃത്യമായി വളരെ ഫ്രഷായി നമ്മളുടെ കാര്യങ്ങളും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ ജോലി എല്ലാം വളരെ ഫുൾഫിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 100% അല്ലെങ്കിൽ 95% വരെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് അത് സഹായിക്കുകയുള്ളൂ. അപ്പോൾ ഉറക്കം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആൽഫ സ്റ്റേറ്റിൽ നിന്ന് ബീറ്റ സ്റ്റേറ്റ്, അവിടുന്ന് ബീറ്റ പ്ലസ്, അവിടുന്ന് ഗാമ സ്റ്റേറ്റ്, അതിൻ്റെ താഴെ ഡെൽറ്റ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് ഒരു സുഖനിദ്ര എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടും ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. മുദ്ര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് ശരീരത്തിൻ്റെ 2 ഭാഗത്ത് വേണ്ടിയിട്ടും 2 കൈയിലും ഇത് ചെയ്യണം. കാരണം നമ്മൾ വലതുവശത്ത് നമ്മളുടെ ബോഡിയിൽ എന്തെല്ലാം ആക്ഷൻ കൊടുക്കുന്നോ അത് ബ്രെയിനിൻ്റെ ഇടതുവശത്തും അങ്ങനെ വൈസ് വേഴ്സ ആയിട്ടാണ് അതിൻ്റെ ഫങ്ഷനിങ് നടക്കുന്നത് കൊണ്ട് 2 കൈയിലും ഈ മുദ്ര വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അത് ഞാൻ വലത് കൈയിൽ കാണിച്ചു തരാം. അതായത് നമ്മളുടെ വലത് കൈയുടെ ഈ 3 വിരൽ നമ്മൾ മടക്കി വയ്ക്കുക. മടക്കി വെച്ച് ബാക്കി 2 വിരൽ നമ്മൾ L ഷേപ്പിലാക്കി വയ്ക്കുക. ഈ 3 വിരലുകൾ മടക്കി വയ്ക്കുക, ഈ 2 വിരൽ L ഷേപ്പിലാക്കി വയ്ക്കുക. അങ്ങനെ നമ്മൾ ഇങ്ങനെ അതിലേക്ക് ഇപ്പുറത്തെ കൈയുടെ നടുക്കത്തെ 2 വിരൽ മാത്രം മടക്കിക്കൊണ്ട് ബാക്കി വിരലുകൾ നീർത്തി വയ്ക്കുക. അങ്ങനെ ഈ 2 വിരലിൻ്റെ ഈ ഭാഗം ഇതിൻ്റെ ഈ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് വയ്ക്കുക. ഈ കൈയുടെ 3 വിരലുകൾ മടക്കി വയ്ക്കുക, 2 വിരലുകൾ നീർത്തി വയ്ക്കുക.
ഈ കൈയുടെ 2 വിരലുകൾ മടക്കി വയ്ക്കുക, ഈ 3 വിരലുകൾ നിർത്തി വയ്ക്കുക. എന്നിട്ട് ഈ ഭാഗം കൊണ്ടുവന്ന് ഈ കൈയുടെ ഈ വിരലിൻ്റെ മുകളിൽ ഇങ്ങനെ മുട്ടിച്ച് വയ്ക്കുക. ഈ ചെറിയ വിരൽ നമ്മളുടെ ചൂണ്ടുവിരലിലേക്ക് കൊണ്ട് ടച്ച് ചെയ്യുക. ചൂണ്ടുവിരൽ തള്ളവിരലിലേക്ക് കൊണ്ടുവന്ന് ടച്ച് ചെയ്യുക. പിന്നെ നമ്മളുടെ ഇടത് കൈയുടെ ഈ തള്ളവിരലിൻ്റെ ഈ ബേസ് പാർട്ട് ഉണ്ടല്ലോ, അവിടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചിട്ട് മുദ്ര ഇങ്ങനെ. അങ്ങനെ നമ്മൾ മുദ്ര ഇങ്ങനെ വെച്ചുകൊണ്ട് കണ്ണടച്ച് ഒരു 10 മിനിറ്റ് വളരെ ഏകാഗ്രമായി ഇരുന്നുകൊണ്ട് നമ്മളുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒന്ന് വിഷ്വലൈസ് ചെയ്ത് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഈ മുദ്ര വെച്ച് നിങ്ങൾ ചെയ്തതിന് ശേഷം അടുത്ത നമ്മളുടെ ഇടത് വശത്തേക്ക് അല്ലെങ്കിൽ ഇടത് കൈയിലേക്കാണ് ഈ മുദ്ര കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, താഴത്തെ വലത് കൈയുടെ ചെറിയ വിരൽ നേർക്കുക, ഇടത് കൈയുടെ ചെറിയ വിരൽ മടക്കുക. എന്നിട്ട് ഇതിനെ അങ്ങ് തിരിച്ച് റിവേഴ്സ് ആക്കിക്കൊണ്ട് നമ്മളുടെ ഈ ചെറിയ വിരൽ ഈ ചൂണ്ടുവിരൽ ഈ തള്ളവിരലിൽ, പിന്നെ ഈ വലത് കൈയുടെ തള്ളവിരൽ ഈ ഇടത് കൈയുടെ തള്ളവിരലിൻ്റെ ഈ ബേസ് പാർട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് ഇപ്പുറത്തെ ഇടത് കൈയിലേക്കും ആ ഒരു മുദ്ര വെച്ച് നമ്മളൊരു 10 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുക. ഇൻഹെയിൽ ചെയ്യുന്നതും എക്സൈൽ ചെയ്യുന്നതും ശ്വാസത്തിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് അതിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക. ഓർത്തു വയ്ക്കുക, മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ നടു നിവർന്നിരുന്ന് വേണം ഇതുപോലെ മുദ്ര വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ നിങ്ങൾക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ രാത്രി നിർബന്ധമായും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഇത് ചെയ്യുക. ഒരു മാസം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. അതിലൂടെ നമുക്ക് തന്നെയാണ് നമ്മളുടെ അടുത്ത ദിവസത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, ഉറക്കത്തിൽ ചെന്ന് കിടക്കുമ്പോൾ ആ ഒരു ക്ഷീണത്തിലങ്ങ് ഉറങ്ങുമെങ്കിലും ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് എന്തോ ഞെട്ടി ഉണരുന്നത് പോലെ, അല്ലെങ്കിൽ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുമെന്ന്, പിന്നെ ആ ഒരു കണ്ടിന്യൂഷനിൽ ഉറങ്ങാൻ പറ്റുന്നില്ലെന്നും. അപ്പോൾ ഈ മുദ്ര നിങ്ങളുടെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.